ഇതാ ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വരും. സ്വഹാബികളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ നോക്കാൻ തുടങ്ങി, ആരായിരിക്കും അത്? അപ്പോഴുണ്ടൊരു അൻസ്വാരിയായ സ്വഹാബി വുളൂഇന്റെ വെള്ളം താടി രോമത്തിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ചിട്ട് നബി തങ്ങളുടെ മസ്ജിദിലേക്ക്, ഹബീബിന്റെ അരികത്തേക്ക്, ആ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ വന്നിരുന്നു, മജ്‌ലിസിലിരുന്നു. റബ്ബേ, ആ സ്വഹാബിയുടെ ഒരു ഭാഗ്യം. അന്ന് ദർസ് കഴിഞ്ഞു, നബി തങ്ങളുടെ വാള് കഴിഞ്ഞു. പിറ്റേ ദിവസം നബി തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു, ദാ ഇപ്പൊ ഒരാള് വരും, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണത്. എല്ലാരും നോക്കാൻ തുടങ്ങി. കൂട്ടത്തിലുണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ശരിക്കും കണ്ടു നോക്കുമ്പോ ഇന്നലെ വന്ന അതേ ആള് തന്നെ അവിടെ വന്നിരുന്നു. മൂന്നാമത്തെ ദിവസവും നബി തങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, ദാ ഇപ്പൊ വരും സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ ഇപ്പൊ വരും. നോക്കുമ്പോൾ അതേ മനുഷ്യൻ തന്നെ, ഇന്നലെ 2 ദിവസം വന്ന അദ്ദേഹം തന്നെ അന്നും വന്നു. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവർക്ക് തോന്നിയത്, ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് കൂടി നോക്കണം, എന്താണ് ഞങ്ങളാർക്കും ഇല്ലാത്ത ഇബാദത്ത് എന്നറിയാൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. ചോദിച്ചു, ഞാനും എന്റെ വാപ്പയും തമ്മിൽ ചെറിയൊരു കശവിഷയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചേക്കുമോ? അതേ, കുഴപ്പമില്ലല്ലോ. വീട്ടിൽ താമസിച്ചു. ഒരു ദിവസം കഴിഞ്ഞു, വല്ലതും കണ്ടോ? ഇല്ല, സാധാരണ പോലെ തന്നെ. 2ാമത്തെ ദിവസം ഇന്നായിരിക്കും തഹജ്ജുദ് വിചാരിച്ചു. അന്ന് ഒരു കാര്യമായിട്ടൊന്നുമില്ല. സുബഹിന്റെ തൊട്ട് മുമ്പ് എഴുന്നേറ്റു, നിസ്കരിക്കാൻ പോയി, 2 പേരും രാവിലെ ജോലിക്ക് പോയി. സുന്നത്ത് നോമ്പുണ്ടോ? ഒന്നുമില്ല, സാധാരണ പോലെ. 3ാമത്തെ ദിവസം പറഞ്ഞു, പൊന്നാര സ്വഹാബി, ആ കാര്യമായൊരു ഞാനും വാപ്പയും തമ്മിൽ പുരയിൽ കടന്നുറങ്ങാൻ പറ്റാത്ത യാതി വിഷമൊന്നും ഞങ്ങൾ തമ്മിലില്ല. പക്ഷെ നിങ്ങളെപ്പറ്റി നബി ഇങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോഴേ, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്കില്ലാത്ത എന്താണുള്ളത് എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് കൂടിയതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാഹുവ ഇല്ലാ മാ റഅയ്ത്. നിങ്ങളാ കണ്ടില്ലേ, അത്ര തന്നെ ഉള്ളൂ, സാധാരണ ജീവിതം. എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞു. പോയി ഒരു 4 അടി പോയപ്പോഴാ ആ സ്വഹാബി വിളിച്ചു, ഇങ്ങോട്ട് വരിൻ അബ്ദുല്ലാഹ്, ഇങ്ങോട്ട് വരിൻ അബ്ദുല്ലാഹി ഇബ്നു അംറേ, ഇങ്ങോട്ട് വരിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിന്നെ മാ ഹുവ ഇല്ലാ മാ റഅയ്ത്, നിങ്ങളെ കണ്ടത് അത്ര തന്നെ എൻ്റെ അടുത്തുള്ളൂ, വലിയ അമലൊന്നും എൻ്റെ അടുത്തില്ല. ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശാ, വിശ്വാസികളിൽ ഒരാളെയും ഞാൻ വഞ്ചിക്കുകയില്ല. എൻ്റെ നഫ്സിൽ ആരോടും ഒരു വഞ്ചന തോന്നാറില്ല, ആരും പറ്റിക്കൂല. പിന്നെ വലാ അഹ്സിദു അഹദൻ അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയ്യാഹ്, അല്ലാഹു തആല ഒരു മനുഷ്യനെങ്ങാനും വല്ല പൈസയും കൊടുത്താൽ എനിക്കതിൽ ഒരു അസൂയയും തോന്നാറില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹ് കൊടുത്തു, അള്ളാന്റെ ഖജനാവ് വലുതല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ, പെര കണ്ടോ, റബ്ബിനെ കുളിപ്പിച്ചെടുത്തി പോന്നതായിരിക്കും കേട്ടോ. വെറുതെ പറയും, ഒന്നാവൂല. ആ മനുഷ്യൻ ബിസിനസ് ചെയ്തിട്ട് റാഹത്തിൽ ഉണ്ടാക്കിയ മുതലായിരിക്കും, എന്നാലും ഒന്ന് പറയും, മനസ്സമാധാനത്തിനെ സമാധാനം കിട്ടാഞ്ഞിട്ടേ അത് കട്ടെടുത്ത് കൊണ്ടുവന്നതായിരിക്കും. വെറുതെ പറയാം. എന്നിട്ട് ആ സാധുവിന് പിന്നെ ആ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. വെറുതെ ഒരുത്തിനും കമന്റ് അടിച്ചാൽ മതി. എനിക്കൊരു മുസ്ലിമായ മനുഷ്യനോടും എന്റെ മനസ്സിലൊരു വെറുപ്പ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഞാൻ കിടന്നുറങ്ങുന്നത് ലാ അഹ്സിദു അഹദൻ അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയ്യാഹ്, ഒരു മനുഷ്യൻ അല്ലാഹു ഒരു നന്മ ചെയ്താൽ അതിലെനിക്ക് സന്തോഷമേ തോന്നാറുള്ളൂ. ഒരു അസൂയ എന്ന് പറഞ്ഞ സാധനം എന്റെ ഹൃദയത്തിലില്ല. ഞാൻ അങ്ങനെ കിടന്നുറങ്ങാം. എന്ന് ഉറങ്ങാൻ ചെല്ലുമ്പോ ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും അസൂയയില്ല. ഇതേ എന്റെ അടുത്ത് കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന പണിയുള്ളൂ. ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തന്നെ അവിടെ വെച്ച് പറഞ്ഞു, ഫഹാദിഹില്ലതി ബലഗത് ബിക് വഹിയല്ലതി ലാ തുതാഖ്, ഇതുകൊണ്ട് തന്നെയാവണം നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്. ഇതാണല്ലോ ആരെക്കൊണ്ടും സാധിക്കാത്തത്. കിടന്നുറങ്ങുമ്പോൾ അന്നക്ക് കഴിഞ്ഞത് അന്ന് പുറത്തു കൊടുത്തു. നമ്മൾ അങ്ങനെയല്ല പറയാ, ചാൻസ് കിട്ടിയാൽ ഞാൻ മറുപടി കൊടുക്കും, അവസരം കിട്ടിയാൽ ഞാനും 2 പറയും. അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹു നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കി തരട്ടെ. കൈ പിടിച്ചു കൊടുക്കേ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രായമുള്ള ആളുകളെ ബഹുമാനിച്ചാൽ അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യാണെന്ന. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യാണെന്ന്. യാ റബ്ബ്, അള്ളാഹു നമ്മിൽ ഓരോരുത്തർക്കും ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബികളോട് ചോദിച്ചൊരു ചോദ്യം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി. വളരെ സ്വഹീഹായ ഹദീസ്. അയഅ്ജിസു അഹദുകും അൻ യകൂന കഅബീ ദംനം, നിങ്ങളിൽ ആർക്കെങ്കിലും അബൂ ദംനമിനെ പോലെ ആകാൻ വല്ല പ്രയാസവുമുണ്ടോ? നിങ്ങൾക്ക് കഴിയാത്തതാണോ? അബൂ ദംനം എന്ന സ്വഹാബിയെ പോലെ നിങ്ങൾക്ക് ആവാൻ വല്ല പ്രയാസവുമുണ്ടോ? ആളുകൾ ചോദിച്ചു, നബിയെ ഞങ്ങൾക്കറിയില്ലല്ലോ അദ്ദേഹത്തെ. മൻ അബൂ ദംനം യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അബൂ ദംനം? അബൂ ദംനം, ലാദ് മീം ദംദം, അതാണ് പേര്. ആരാണ് നബിയെ അബൂ ദംദം? അപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തത്, റജുലുൻ കാന ഇദാ അസ്ബഹ യഖൂൽ, എന്ന് നേരം പുലർന്നാലും ഇങ്ങനെ പറയുന്ന ഒരാൾ, അല്ലാഹുമ്മ ഇന്നി ഖദ് വഹബ്തു നഫ്സി വഅർളി, പടച്ചവനെ നേരം വെളുത്തല്ലേ റബ്ബേ, നീ ഞങ്ങൾക്ക് സൂര്യൻ ഉദിപ്പിച്ചു തന്നല്ലേ റബ്ബേ, രാത്രി മുഴുവനും കഴിഞ്ഞു കടന്നു, അടുത്തൊരു പകല് കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു റബ്ബേ, ഒരു പകല് കൂടെ ഞങ്ങളെ ജീവിക്കാൻ നീ അനുവദിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഖദ് വഹബ്തു നഫ്സി വഅർളി, എന്റെ ശരീരവും എന്റെ അഭിമാനവും ഞാൻ ജനങ്ങൾക്ക് ദാനം കൊടുത്തു തമ്പുരാനെ, എന്റെ ശരീരവും എന്റെ അഭിമാനവും ഞാൻ ജനങ്ങൾക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞിരുന്ന ഒരാൾ, അതാണ് അബൂ ദംദം റളിയല്ലാഹു അൻഹു. നേരം വെളുത്താ പറയും, പടച്ചോനെ എന്റെ ശരീരവും എന്റെ അഭിമാനവും ഞാൻ ദാനം ചെയ്തു. ഫലാ യശ്തിമു മൻ ശതമഹു, തന്നെ ചീത്ത പറഞ്ഞവരെ ചീത്ത പറയാറില്ല അബൂ ദംദം റളിയല്ലാഹു അൻഹു. വലാ യദ്ലിമു മൻ ളലമഹു, തന്നെ വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് അക്രമിച്ച ആളുകൾക്ക്, ശരീരത്തിൽ അക്രമം ചെയ്തവർക്ക്, അഭിമാനത്തിൽ അക്രമം ചെയ്തവർക്ക് ആരോടും തിരിച്ചക്രമിക്കുകയില്ല. വലാ യദ്ലിമു മൻ ളറബഹു, തന്നെ അടിച്ചവരോട് പ്രതികാരം ചെയ്യൂല. എന്താ പറയാ, എന്റെ അഭിമാനം ഞാൻ ദാനം ചെയ്തു എന്ന് പറഞ്ഞിരുന്ന അബൂ ദംദം, അതുപോലെ നിങ്ങൾക്ക് ആവാൻ കഴിയില്ലേ എന്ന് പറഞ്ഞാൽ, ആരെന്ത് ചീത്ത പറഞ്ഞാൽ, ചീത്ത പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാവണമെന്നാ ദുന്യാവില്. എന്തെങ്കിലൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കണം, അത് നല്ലതാ. എന്താണെന്നറിയോ, അവരൊക്കെ ചെയ്ത കുറെ നിസ്കാരം സ്വലാത്ത് നമുക്ക് കിട്ടൂലേ, വലിയ ഭാഗ്യല്ലേ അത്. അതിനൊരു ഭാഗ്യം വേണം. നമ്മുടെ അക്കൗണ്ടൊക്കെ ഒരാൾ ഫ്രീ ആയിട്ട് കുറച്ച് പൈസ തരാന്ന് പറഞ്ഞാൽ ചില്ലറ കിട്ടലാണുള്ളത്, അധ്വാനിക്കാതെ. അപ്പൊ നമ്മളെ ചീത്ത പറയുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണമെന്നാ. കാരണം അവര് ചെയ്ത നന്മ സ്വന്തം ഉമ്മയും ബാപ്പയും വരെ ചെയ്തു തരില്ല. ഓലുണ്ടോ എന്റെ നിസ്കാരം എടുത്ത കുട്ടിയെന്ന് പറയണേ? ആരും പറയില്ല. എന്റെ നിസ്കാരം എന്റെ നോമ്പ് എനിക്ക് തന്നെ വേണമെന്നാ പറയും ഉമ്മയും ബാപ്പയും. പക്ഷേ നമ്മളെ ചീത്ത പറയുന്ന ആളുകൾ അവരുടെ നിസ്കാരവും നോമ്പും സ്വലാത്തും ദിക്റും ഒക്കെ തരികയാണ് ഹോൾസെയിലായിട്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിൽ പറയും വേണ്ട. എത്രയായിരിക്കും അതിൻ്റെ, എത്ര ഗഗാബൈറ്റ്സ് ആകാരം കിട്ടുക എന്നാ. സുബ്ഹാനല്ലാഹ്, വലിയ ഭാഗ്യമാണ്. നന്ദി പറയണമെന്ന് അവരോടൊക്കെ. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. നമുക്ക് പറയുന്ന ആൾക്കല്ല, കിട്ടുന്നവർക്ക് നല്ല ഭാഗ്യമാണ്. അബൂ ദംദമിനെ പോലെ നിങ്ങൾക്ക് ആവാൻ കഴിയൂലേ? മുത്തനബി തങ്ങൾ ചോദിക്കുമ്പോഴാണ്, ആരാണ് നബിയെ അബൂ ദംദം? അത് പിന്നെ നേരം വെളുത്താൽ ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ്, അല്ലാഹുമ്മ വഹബ്തു നഫ്സി വഇർളി, റബ്ബേ എന്റെ ശരീരവും എന്റെ അഭിമാനവും ഞാൻ ദാനം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന അബൂ ദംദം എന്നവരെ, അവരെ പോലെ ആവാൻ എന്താണ് നിങ്ങൾക്ക് പ്രയാസമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം നമ്മളോടാണ്. നമുക്കങ്ങനെ ആവാൻ പ്രയാസമുണ്ടോ? അബൂ ദംദമിനെ പോലെ, റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മളെ ആരെന്ത് പറയുന്നുണ്ടോ അവർക്ക് മാപ്പ് ചെയ്യും. എന്ത് രസമായിരിക്കും ജീവിതം എന്നാ. ഈ മാപ്പ് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുമ്പോഴാണല്ലോ ടെൻഷൻ. മാപ്പ് ചെയ്തു കൊടുക്കാൻ, ആരെന്തും പറഞ്ഞോട്ടെ, അവരായി പടച്ചവനായി. അൽഹംദുലില്ലാഹ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വതക്ക ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്വഹാബത്തെ സ്വതക്ക ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി എഴുന്നേറ്റു. അലബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അലബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയേ,
ദാനം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. മാ ഇൻദി ഇല്ലാ ഇർദി, എന്റെ അഭിമാനമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല നബിയേ, എന്റെ അഭിമാനമാണുള്ളത്. ഫഇന്നി ഉഷ്ഹിദുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ അങ്ങയെ സാക്ഷിയാക്കി പറഞ്ഞോട്ടെ. ഇന്നി തസദ്ദഖതു ബിഇർദി അലാ മൻ ളലമനി, എന്നെ ആക്രമിച്ച ആളുകൾക്ക്, എന്നെ വിഷമിപ്പിച്ചവര്, എന്നെ വേദനിപ്പിച്ചവര്, അവർക്കെല്ലാം ഞാൻ എന്റെ അഭിമാനം ദാനം ചെയ്തു നബിയേ എന്ന് ഹബീബായ നബിയോട് പറഞ്ഞിട്ട് ആ സദസ്സിൽ തന്നെ ഇരുന്നു. അലബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അലബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു സദസ്സിൽ തന്നെ ഇരുന്നു. നബി പൈസ വേണമെന്ന് പറയാൻ. അപ്പോ ഒന്നുമില്ല നബി, എന്റെ അടുത്ത് എന്താ തരിക, എന്റെ അഭിമാനമുണ്ട്, അത് ഞാൻ തന്നു നബിയെ, അത് ആരെന്നെ കുറ്റം പറഞ്ഞാലും. ഇപ്പൊ പാട്ടപ്പിരിവൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ സദസ്സിലൊക്കെ ഇല്ലേ, അത് വരുമ്പോ ഒരാൾ പറയാ പൈസ ഒന്നുമില്ല, പിന്നെ പുഞ്ചിരി സ്വതക്കല്ലേ കുട്ടി, എന്റെ വക പുഞ്ചിരി തരാ എന്നൊരാൾ പറഞ്ഞപ്പോ എന്താ അവസ്ഥ? ഒന്നും ഇല്ലാത്തല്ലോ അത് കൊടുത്താൽ മതിട്ടോ, ഒന്നുമില്ലെങ്കിൽ പിന്നെ അത് കൊടുക്കന്നെ. ഉള്ളൊരു അള്ളാഹ്ക്കറിയാലോ ആരത്താ ഉള്ളത് ഇല്ലാത്തതെന്നൊക്കെ. പുന്നാര നബിയെ, ഒന്നും തരാനില്ല നബിയെ, എന്റെ അഭിമാനമേ ഉള്ളു നബിയെ, ഞാനത് ദാനം ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടി ദാനം ചെയ്തു എന്റെ അഭിമാനം. ആരെന്നെ ആക്രമിച്ചാലും, എന്നെ വിഷമമാക്കിയാലും, വേദനിപ്പിച്ചാലും ഞാനത് പുറത്തു കൊടുത്തു നബിയെ. ഇങ്ങനെ കുടുംബക്കാര് തമ്മിൽ ചിന്തിച്ചാൽ എത്ര കുഴപ്പങ്ങൾ ഒഴിവാവും. ഇങ്ങനൊരു ഭാര്യയും ഭർത്താവും ചിന്തിച്ചാൽ എത്ര തൊലാക്കുകൾ ഒഴിവാവും, എത്രയെത്ര വിഷമങ്ങൾ ഒഴിവായി കിട്ടും. ചില്ലറ ഭാഗ്യമാണോ? എന്ത് രസമായിരിക്കും ജീവിതം, ആരോടും വെറുപ്പില്ലാത്തൊരു ജീവിതം. അല്ലാഹു നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഐന അലബത്ത് ബിൻ സയ്യിദ്, എവിടെയാണ് അലബത്ത് ബിൻ സയ്യിദ് ഉള്ളത്? എവിടെയാണ് എന്റെ അഭിമാനം സ്വതക്ക തന്നു എന്ന് പറഞ്ഞ ആ മഹാൻ എവിടെ? ഐന അലബത്ത് ബിൻ സയ്യിദ്, അലബത്ത് ബിൻ സയ്യിദ് എന്നവിടെ 3 പ്രാവശ്യം ചോദിച്ചു. നബിയെ ഞാനിതാ വന്നു. അൻതൽ മുതസദ്ദിഖു ബിഇർദിക, നിങ്ങളാണോ നിങ്ങളുടെ അഭിമാനം സ്വതക്ക ചെയ്തത്? ഖദ് ഖബിലല്ലാഹു മിൻക, ആ ദാനം അല്ലാഹു വെറുതെ പൊന്തിക്കണ്ട. അതിൽ പൊക്കാത്ത കുറെ ആൾക്കാരുണ്ട്, എന്നാലും വിട്ടുകൊടുക്കൂല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വിട്ടുകൊടുക്കൂല തന്നെ. അവരിന്നോട് അങ്ങനെ കാണിച്ചില്ലേ, അതുകൊണ്ടൊരു ചാൻസ് കിട്ടിയാൽ ഞാനും കൊടുക്കും അങ്ങോട്ട്. അത് വേണ്ട. ഈ സദസ്സ് എഴുന്നേറ്റ് പോകുമ്പോഴെങ്കിലും ഈ ഇന്നത്തെ ഉറക്കത്തിൽ നമ്മൾ മരിച്ചാലേ ഇല്ലാ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, നാളെ സമ്പത്തോ മക്കളോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അതല്ലാഹ ഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അള്ളാനെ കണ്ടുമുട്ടിയവരല്ലാതെ നാളെ രക്ഷപ്പെടൂല. ആ ശുദ്ധമായ ഹൃദയം അതോടുകൂടെയാണോ നമ്മൾ കടന്നുറങ്ങിയത്? അതൊരു വിഷയമാണ്. നമുക്ക് വലിയ പണിയൊന്നുമില്ല, ആരോടും പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ല, അവനവൻ തീരുമാനിച്ചാൽ മതി. എന്നെ വിഷമുണ്ടാക്കിയവര്, ബിസിനസ്സിൽ പറ്റിച്ചവര്, അല്ലേ, നാണം കെടുത്തിയവര്, അപമാനിച്ചവര്, എൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിന് മുടക്കുണ്ടാക്കിയവര്, അങ്ങനൊക്കെ നാട്ടിൽ എന്തെല്ലാം കഥ ഉണ്ടാവുന്ന, എന്തൊക്കെ രസം ഉണ്ടാവും ഓരോ നാട്ടിലും. ഓരോരുത്തർ ചെയ്യുന്ന ഫിത്നകളുടെ രസം കേട്ടാ സുബ്ഹാനല്ലാഹ്. അതൊക്കെ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്ത് കൊടുത്തു. ഇതിലും രസമുള്ളൊരു പരിപാടി വേറെ ഇല്ല എന്നാ, മാപ്പ് ചെയ്തു കൊടുക്കുക. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ആയിഷ ബീവി, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരായി ഒരുമിച്ച് ജീവിച്ചവരാണ്. നമുക്കിടയിൽ ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളോ വെറുപ്പുകളോ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നേക്കാം. എന്നായി പറയുന്നതറിയോ? ഹബീബ് വഫാത്തായിട്ട് 10-30 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായേക്കാം, ഒന്ന് മാപ്പ് തരണേ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഗഫറല്ലാഹു ലക്കി കുല്ലഹ് വഹല്ലലകി മിൻ ദാലിക ഉമ്മു ഹബീബ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഞാനെല്ലാം നിങ്ങൾക്ക് മാപ്പ് തന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സറർതനി സറർകില്ലാഹ്, ആയിഷ ബീവി നിങ്ങൾ എനിക്ക് വല്ലാത്ത സന്തോഷം തന്നു, അല്ലാഹു നിങ്ങൾക്കും സന്തോഷം തരട്ടെ. മരിക്കാൻ കിടക്കുമ്പോൾ പറയാൻ, യാ അല്ലാഹ്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നെ വിളിച്ചതിന് ശേഷം ഉമ്മു ഹബീബ ബീവി ഉമ്മു സലമ ബീവി വിളിച്ചിട്ടുണ്ട് ഇതുപോലെ പറയാൻ. ഉമ്മു സലമ ബീവി, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരായി ജീവിച്ചവരാണ്. നമ്മൾ തമ്മിൽ വല്ല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്തു തരണം കേട്ടോ. ഈ പെണ്ണുങ്ങൾക്ക് മാപ്പ് വയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ മടിയുള്ള സംഭവമാണ് കേട്ടത്. ആണുങ്ങൾക്ക് മോശമൊന്നും ആയിട്ടല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കശപിശ ആണുങ്ങൾ ഈ ദുന്യാവിന്റെ സോലക്കല്ലോണ്ട് ജോലിയും ബിസിനസ്സുകളിലോണ്ട് അതിനൊന്നും വല്ല സമയം ഉണ്ടാവില്ല. പക്ഷെ പെണ്ണുങ്ങൾ പഴയ കഥ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതെങ്ങനെ മറക്കാൻ പറ്റുമോ? അന്ന് കല്യാണത്തിൽ നിന്ന് എന്നോട് പറഞ്ഞത്, കല്യാണമൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞ് എത്ര കാലമായി, ഇനിയിപ്പോൾ അത് കൊണ്ടു നടക്കണോ, വിട്ടുകൊടുത്തൂടെ, അങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുത്തൂടെ? അങ്ങനെ പഴയ കഥ ഓർത്തിട്ട് ഇങ്ങ് നടക്കുന്നതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് പൊന്നാരുമ്മ, നമ്മൾ ഇന്ന് രാത്രിക്ക് രാത്രി മരിച്ചുപോയാൽ ഹൃദയം ശുദ്ധമായി മരിച്ചു എന്ന് പറയാൻ നമുക്ക് ധൈര്യം കിട്ടുമോ? അപ്പോഴല്ലേ അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയൂ. നമ്മുടെ ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ അള്ളാഹു നാളെ ശിക്ഷിക്കുന്നത് കൊണ്ട് നമുക്കെന്ത് കാര്യം കിട്ടാൻ? എന്ത് കാര്യം കിട്ടും? അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാപ്പ് ചെയ്തു കൊടുക്കണമേ. അപ്പോഴാണ് ഹൃദയം ശുദ്ധമാകുന്നത്. എത്രയോ വൈരാഗ്യമോ എത്രയോ വിദ്വേഷമോ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവിന് വേണ്ടി മാപ്പ് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, അംറു ബിൻ ആസ് എന്നവരെ, വല്ലാഹി ല അതഫറഗന്ന ലക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ടെന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞപ്പോ, സ്വഹാബിയോടായി പറയണത്, സുബ്ഹാനല്ലാഹ്. പിന്നെ ബാക്കിയുള്ള ആരോടെങ്കിലും ധൈര്യമില്ലാത്തവരുണ്ടാവുമോ? സ്വഹാബിയോട് പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിവായി വരുന്നുണ്ട്. എന്റെ മുഴുസമയവും നിങ്ങളുടെ പിന്നാലെ കൂടി നിങ്ങൾ അപമാനിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനവറുകൾ ഹിക്മത്തിന്റെ ഒരു മറുപടി കൊടുത്തു. ഇദൻ തഖഉ ഫിശ്ശുഗ്ലി, അത് നിനക്കൊരു ശുഗലായിരിക്കും, അത് നിനക്കൊരു പണിയായിട്ട് തന്നെ വരും. അങ്ങനെയാ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടിയാലേ, ഒരു മനുഷ്യൻ എന്തെങ്കിലും അപമാനിക്കണം എന്ന് കുടുംബത്തിലോ നാട്ടിലോ വീട്ടിലോ ആരായിക്കോട്ടെ, അതൊരു പണിയല്ലേ. ഇയാൾ ഇതിന്റെ പിന്നാലെ ക്യാമറ എടുത്ത് നടക്കണ്ട, എന്തെങ്കിലും ഒന്ന് കിട്ടോ, എന്തെങ്കിലും ഒന്ന് ഫിത്തനാക്കാൻ കഴിയോ, അതൊരു ടെൻഷനാണ്. എത്ര ആളുകളുണ്ട് അങ്ങനെ മനുഷ്യന്മാരെ അപമാനിക്കാൻ വേണ്ടി, ആളുകളെ നാണം കെടുത്താൻ വേണ്ടി സമയം മുഴുവനും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവര്, അവർക്കത് ശുഗലാണ്. എത്രയോ നന്മ ചെയ്യാൻ സമയം കിട്ടുന്ന നേരത്തൊക്കെ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടുമ്പോൾ അത് നിങ്ങൾക്കൊരു ശുഗലായിരിക്കും, നിങ്ങൾക്കതൊരു ശുഗലായിരിക്കും. നിന്റെ മുഴു സമയവും അതിൽ നീ നഷ്ടപ്പെടുത്തുകയാണ് എന്ന അർത്ഥത്തിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനെ, മാപ്പ് ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല വിനയം വേണം, താഴ്മ വേണം. അപ്പോഴേ മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വലിയ ആളെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട് എന്നാണ്. അത് അണുമണി തൂക്കം ഘടകിന്റെ അത്ര ഉണ്ടെങ്കിൽ തന്നെ സ്വർഗം കിട്ടൂല എന്നാണ്. എന്തൊരു ഗൗരവമാണ്. പരിശുദ്ധമായ മിനായിൽ നിൽക്കുമ്പോഴാണ് മഹാനായ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ആരാണ് സാലിം എന്നവര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, ഉമർ ബിൻ ഖത്താബ് എന്നവരുടെ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി തങ്ങൾ, അബ്ദുല്ലാഹി എന്നവര് സ്വഹാബിയാണ്, മുത്തബിഉസ് സുന്ന, ബാപ്പ സ്വഹാബിയാണ്. ആ അബ്ദുല്ലാഹി തങ്ങൾ എന്ന ഉമർ തങ്ങളുടെ മകന്റെ മകനാണ് സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. മക്കയിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ ഭാഗമായിട്ട് മിനയിലെത്തിയപ്പോ അവിടെ തിക്കും തിരക്കുണ്ടായി. ഹജ്ജിനൊക്കെ പോകുമ്പോ തിക്കും തിരക്കും കാണും, നന്നായിട്ട് വിഷമമുണ്ടാവും. എത്ര 5 സ്റ്റാർ ഹജ്ജിന് പോയിട്ടും കാര്യമില്ല, എന്ത് ചെയ്യും? കുറേ വിഷമങ്ങൾ ഉണ്ടാവും. തിക്കലും തിരക്കലും, ചെരുപ്പ് പോലും, പേഴ്സ് നഷ്ടപ്പെടലും, ബത്താക്ക പോകലും ഒക്കെ ഉണ്ടാവും, പല വിഷമങ്ങളും ഉണ്ടാവും. മീനായിൽ തിക്കും തിരക്കുമായപ്പോ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, മഹാനായ സാലിം റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ട് കാലത്തോട് ജീവിച്ച താബിഈയായ മഹാനായ സാലിം എന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നി ലഅറാക റജുല സൂഇൻ. സാലിം എന്ന മഹാനോട് പേര് പോലും അറിയില്ല. മനുഷ്യ, നിങ്ങൾ വളരെ മോശപ്പെട്ട മനുഷ്യനാണല്ലോ എന്ന് സാലിം എന്നവരെ ആരോ തിരക്കിയതാണ്. ആ തിരക്കിൽ മഹാനവറുകൾ ഇയാളുടെ ദേഹത്തേക്ക് വന്നു. അപ്പോ
എന്തൊരു മോശമായ ആളെന്ന് മഹാനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ താബിഈകളിലെ പ്രമുഖനായ സാലിം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞപ്പോ മഹാനായ സാലിം എന്നവരെ ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്താ മറുപടി പറഞ്ഞതറിയോ? വല്ലാഹി മാ അറഫനി ഇല്ലാ അൻത, എന്നെ ശരിക്കും മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമാണ് എന്ന് മഹാനവറുകൾ ഇതിന് മറുപടി കൊടുത്തു. ഞാൻ മോശക്കാരൻ എന്നല്ലേ പറഞ്ഞത്, എന്നെ ശരിക്കും മനസ്സിലാക്കിയത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ്. വിവരമില്ലാന്നോ ഇൽമില്ലാന്നോ തഖ്വല്ലാന്നോ പറഞ്ഞു ആയിക്കോട്ടെ, ആ പറഞ്ഞ ആൾ തന്നെയാണ് ഞാൻ. ഇൽമില്ല തഖ്വല്ല ആയിക്കോട്ടെ, അങ്ങനെയാണ്. അങ്ങനെ തന്നെ അങ്ങനെയാണ് നമ്മളെ പറ്റി ചിന്തിക്കേണ്ടത്. വല്ലാഹി മാ അറഫനി ഇല്ലാ അൻത, എന്നെ നിനക്കല്ലാതെ മറ്റാർക്കും മനസ്സിലായിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരെ അതുപോലെ മക്കയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ മുഖത്ത് നോക്കിയിട്ട് യാ മുറായി, യാ മുറായി, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളെ എന്ന് മുഖത്ത് നോക്കി വിളിച്ചപ്പോ മഹാനവറുകൾ കൊടുത്ത മറുപടിയും ഇതുപോലെയായിരുന്നു. എന്റെ നാട്ടുകാര് മറന്നുപോയ പേര് ഓർത്തെടുത്ത് പറഞ്ഞു തന്നവനെ നിനക്ക് നന്ദി, നിനക്ക് നന്ദി. എന്റെ ശരിയായ പേര് അതന്നെയാണ്, മുറായി എന്നാണ്, ജനങ്ങളെ കാണിക്കുന്നവൻ. അതല്ലേ നിങ്ങൾ എന്നെ പറ്റി വിളിച്ചത്? ആ പേര് എന്റെ നാട്ടുകാര് മറന്നിട്ട് കുറെ കാലമായിട്ടുണ്ട്, അത് ഓർമ്മിപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചില്ലേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അതൊക്കെ വല്ലാത്തൊരു വിനയമാണ്, വല്ലാത്തൊരു താഴ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും കണ്ടുപഠിച്ച മഹത്തുക്കളാണിതൊക്കെ. മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു, അവിടെ അയാൾക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. നിങ്ങൾ എന്നത് കൈകാര്യം ചെയ്തില്ല, ഇനി അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞിട്ട് ഖുറൈശികൾ ഇങ്ങനെ തെറി പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും ഉണ്ടവിടെ. മിണ്ടാതെ ഒന്നും മറുപടി പറയാതെ സിദ്ദീഖ് എന്നവരിങ്ങനെ നിന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നത് കേട്ട് സഹിക്കാൻ പറ്റാതെയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. നബി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. നബി തങ്ങളോട് സിദ്ദീഖ് എന്നവര്, നബിയേ, ദുൽമ ചെയ്യുന്നവൻ ദുൽമ ചെയ്ത് അങ്ങോട്ട് തോറ്റുപോകുക എന്നല്ലാതെ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരാൾ ഇങ്ങനെ പിന്നാലെ കൂടി ചീത്ത പറയുമ്പോ മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ് നബിയുടെ പരമ്പരയിൽ വരുന്ന മഹാൻ. അലി സൈനുൽ ആബിദീൻ എന്നവരെ ചീത്ത പറഞ്ഞ് നടന്നു വരുമ്പോ പിന്നാലെ കൂടി ഇങ്ങനെ ചീത്ത പറയാണ്. നടന്ന് മദീനയിലെത്തുമ്പോ മഹാനവറുകൾ പറഞ്ഞു, അല്ല സഹോദരാ, നിങ്ങൾക്കിനി എന്തെങ്കിലും എന്നോട് പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ നാട്ടിലേക്ക് കടക്കുകയായി. അവിടെ കടന്നാൽ പിന്നെ നാട്ടുകാർ കേട്ടാൽ നിങ്ങളെ അവരെ അടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ അവിടെ നിന്ന് പറഞ്ഞു തീർത്തോളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുത്തു. പറഞ്ഞു, നിങ്ങൾക്ക് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വല്ല എന്തെങ്കിലും സഹായം, പൈസ എന്തെങ്കിലും വേണോ, ബുദ്ധിമുട്ടുണ്ടോ? അതിൽ അദ്ദേഹം കണ്ട് വീണുപോയി. റബ്ബേ, അങ്ങനെ തങ്ങന്മാർ സയ്യിദന്മാരിൽപ്പെട്ട മഹാനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് കുടുംബം. എന്തൊക്കെ ആളുകൾ വിവരമില്ലാത്ത ജാഹിലീങ്ങൾ എന്ത് പറഞ്ഞാലും ആ സയ്യിദന്മാരുടെ നാവിലൂടെ അവരുടെ ശത്രുക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ജീവിതകാലം നമ്മൾ കണ്ടവരല്ലേ. തങ്ങൾ എവിടെയെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? പുഞ്ചിരിയല്ലാതെ എന്തെല്ലാം പറഞ്ഞു ആൾക്കാരെ മഹാനെ പറ്റി വരെ. കുരുത്തക്കേട് വാങ്ങിച്ചു പോയില്ലേ. പാണക്കാട് കുടുംബത്തോട് മനസ്സിൽ വെറുപ്പ് കുടിപ്പക കൊണ്ടു നടക്കുന്ന എത്ര സാധുക്കളുണ്ട്, വിവരമില്ലാത്തവര് എത്ര ആളുകളുണ്ട്. ആ മഹാന്മാർ എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ? ഇല്ല. അത് ഹബീബിന്റെ ചോരയുടെ ഒരു പ്രത്യേകതയാണ്. ഹബീബിന്റെ ചോര ശരീരത്തിൽ ഓടുന്നതിന്റെ പ്രത്യേകതയാണ്. അലി സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്ത മറുപടി അതാണ്. എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ പറഞ്ഞേക്കണം. ഞാൻ എൻ്റെ മഹലിലേക്ക് കടക്കാണ്. നിങ്ങൾ എന്നെങ്ങനെ ചീത്ത പറയുന്ന നാട്ടുകാരെ കേട്ടാലേ അവർ നിങ്ങൾ അടിക്കും. അതെനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മൊത്തം ഇപ്പൊ പറഞ്ഞോളൂ എന്ന് നിന്ന് കൊടുത്തിട്ട് എല്ലാം പറഞ്ഞു തീർന്നിട്ട് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ് പറഞ്ഞത്, എനിക്ക് മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം യാ അല്ലാഹ്. ഹസൻ ഇബ്നു ഹസൻ എന്നവരും അലി ഇബ്നുൽ ഹുസൈൻ എന്നവരും ഇതേ പറഞ്ഞ സൈനുൽ ആബിദീൻ തങ്ങളെ അവർ തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നു. ഹസൻ ഇബ്നു ഹസൻ തന്റെ ബന്ധുവാണ്.
സയ്യിദ് കുടുംബമാണ്. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോട്, സയ്യിദായ സൈനുൽ ആബിദീൻ തങ്ങളോട് ചെറിയ എന്തോ ഒരു വെറുപ്പുണ്ടായപ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ ഇരിക്കുന്ന മജ്ലിസിൽ വന്ന് ഹസൻ ഇബ്നു ഹസൻ എന്നവർ വന്നിട്ട് വല്ലാതെ ചീത്ത പറഞ്ഞപ്പോ മഹാനവറുകൾ മാ തറക സബ്ബൻ വലാ ശത്മൻ ഇല്ലാ ഖാല, തന്റെ പ്രതിയോഗി ഹസൻ ഇബ്നു ഹസൻ എന്നവര് സൈനുൽ ആബിദീൻ തങ്ങളോട് പറയേണ്ടതെല്ലാം പറഞ്ഞപ്പോ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ ഒന്നും പറയാതെ മിണ്ടാതെ അവിടെ നിന്നു. അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞുപോയി. രാത്രി ഹസൻ ഇബ്നു ഹസൻ എന്നവരുടെ തന്നെ ചീത്ത പറഞ്ഞ ആൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് വാതിൽക്കൽ മുട്ടുകയാണ്. അപ്പൊ തുറന്നു കൊടുത്തു. ആരാ? ഞാൻ സൈനുൽ ആബിദീനാണ്. എന്തേ? ഒന്നുമില്ല, നിങ്ങൾ എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞില്ലേ, ആ കുറ്റമൊക്കെ എന്നിലുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ആ കുറ്റം എന്നിലില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞതാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഞാൻ അത് പറയാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് നുബുവത്തിന്റെ സ്വഭാവം, ഇതാണ് സംശുദ്ധമായ ഹൃദയത്തിന്റെ സ്വഭാവം. നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇൻ കുൻത സ്വാദിഖൻ ഫീമാ ഖുൽത ലീ ഫഗഫറല്ലാഹു ലീ, എന്റെ മോശത്തരങ്ങള്, എന്റെ ന്യൂനതകള്, എന്റെ കുറ്റവും കുറവും എന്നെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വിഷയങ്ങൾ എന്നിലുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അതില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ വെറുതെ എന്നെ പറ്റി പറഞ്ഞില്ലേ, അത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇത് പറഞ്ഞപ്പോ പിന്നാലെ വന്നിട്ട് ഹസൻ ഇബ്നു ഹസൻ എന്നവര് മാപ്പ് ചോദിച്ചു കരയാൻ തുടങ്ങി. മഹാനായ സൈനുൽ ആബിദീൻ നിങ്ങളുടെ മറുപടി വഅൻത ഫീ ഹില്ലിൻ മിമ്മാ ഖുൽത ലീ, നിങ്ങൾ എന്നെ പറ്റി എന്ത് പറഞ്ഞോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് മഹാനവറുകൾ തിരിച്ചു മറുപടി കൊടുത്തു. എല്ലാം മാപ്പ് തന്നു, എല്ലാം പൊരുത്തപ്പെട്ട് തീർന്നു. എത്ര വിഷമങ്ങൾ ഉണ്ടാകും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, എത്ര അധികം വിഷമമുള്ളത് കേൾക്കേണ്ടി വരും. പുറത്തു കൊടുക്കുക, എന്തൊരു കൂലിയായിരിക്കും കിട്ടുക. അതിനൊക്കെ വലിയ സൗഭാഗ്യം വേണം മുഅ്മിനെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു വിശാലമായ ഹൃദയം അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റ, ലോകം കണ്ട പ്രഗൽഭനായ ആലിം, മഹാനവറുകൾ ഇൽമിന്റെ സേവനത്തിൽ മുഴുകിയ മഹാനാണ്, ദർസ് നടത്തിയ മഹാനാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ ഉസ്താദാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് തങ്ങൾ ഇമാമുന ശാഫിഈ തങ്ങളുടെ ഉസ്താദ് കൂടിയാണ്. മുഅത്ത രേഖപ്പെടുത്തിയ മുഅത്ത എന്ന ലോകപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം എഴുതിയ ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു. അപ്പോ അന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പ്രഗൽഭനായ ആബിദുണ്ട്, വലിയ ഇബാദത്തുള്ള മഹാൻ, അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസീസ് അൽ ഉമരി റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസീസ് അൽ ഉമരി റളിയല്ലാഹു അൻഹു കത്തെഴുതി, ഈ മാലിക് എന്നവരെ നിങ്ങൾ ഇങ്ങനെ കിതാബും ദർസും നടത്തി ജീവിച്ചാൽ മതിയോ? ഇബാദത്തൊക്കെ ചെയ്യാൻ ഇനിയെങ്കിലും കിതാബൊക്കെ പൂട്ടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിലോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തോ പോയി ഇബാദത്തിന് ഒരുങ്ങണ്ടേ? ഇങ്ങനെ ദർസ് നടത്തിയാൽ മതിയോ കാലം മുഴുവൻ മരിക്കോളം എന്ന ഒരു കത്ത് ഇമാം മാലിക് തങ്ങളുടെ കയ്യിലേക്ക് വന്നപ്പോ ഇമാമുന മാലിക് തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. മനോഹരമായ മറുപടിയാണ്. അതിൽ നമുക്കൊക്കെ സമാധാനം ഉണ്ടാവും ആ മറുപടിയിൽ. എന്താണെന്നറിയോ? ഏതൊരു മനുഷ്യനും അല്ലാഹു തആല ഏതെങ്കിലും ഒരു ഫീൽഡ് ഒരാളെ ഏൽപ്പിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് അല്ലാഹു നൽകുന്ന ഒരു വിഷയമുണ്ട്. എല്ലാരെ കൊണ്ട് എല്ലാം കഴിയില്ല. എന്നോട് ഇപ്പൊ ലേഖനം എഴുതണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. ഒന്ന് ഓട്ട മത്സരത്തെ കൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല. കഴിയാത്തത് ബന്ധങ്ങമ്മ കയറാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിന് പറ്റുന്നവരുണ്ടാവും, നന്നായി എഴുതുന്നവരുണ്ടാവും, പ്രസംഗിക്കാൻ പറ്റൂല. പ്രസംഗിക്കുന്ന എത്രയോ വലിയ വലിയ ആലിമീങ്ങളില്ലേ നമ്മുടെ സദസ്സിലും വേദിയിലുമുള്ള പണ്ഡിതന്മാർ, സയ്യിദന്മാർ, വലിയ ഇൽമുള്ള, വലിയ കിതാബിന്റെ അവഗാഹമുള്ള ആലിമീങ്ങൾ. പക്ഷെ വേദ പറയില്ല എന്ന് മാത്രം. പക്ഷെ എത്ര വലിയ ആലിമീങ്ങളാണ്. അവർക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. പക്ഷേ അവർക്ക് അത് പറ്റില്ല. അത്രേ ഉള്ളൂ. നല്ല മുദരിസാണ്, അങ്ങനെ ഉണ്ടാവും. നല്ല ആബിദാണ്. മാലിക് എന്നവരോട് പറയാണ്, മാലിക് എന്നവരെ നിങ്ങൾ ഈ കിതാബ് രചനയൊക്കെ നിർത്തിയിട്ട് എന്നെ പോലെ ഇബാദത്തിന് ഇറങ്ങിക്കൂടെ എന്ന് അബ്ദുല്ലാഹിൽ ഉമരി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇമാം മാലിക് തങ്ങൾ കൊടുത്തൊരു മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നല്ലാഹ ഖസമൽ അഅമാല കമാ ഖസമൽ അർസാഖ്. അല്ലാഹു നമുക്ക് ഭക്ഷണം ഓരി വെച്ച് തന്ന പോലെ, റിസ്ക് ഓഹരി വെച്ച് തന്ന പോലെ അല്ലാഹു തആല അമലുകളും ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. യാ സലാം. അമലുകൾ ഓഹരി വെച്ച് തന്നു. ഒരാൾക്ക് ഇത്ര കുട്ടി എന്ന് പറഞ്ഞ പോലെ, ഒരാൾക്ക് ഇത്ര വലിപ്പല്ല വീട്, ഇത്ര സൗകര്യം, ഇത്ര ശമ്പളം, ഇത്ര ജോലി, ഇത്ര കച്ചവടം, ഇതൊക്കെ അല്ലാഹു കൊടുത്തതാണ് എന്ന പോലെ
ഓരോരുത്തരുടെ അമലുകളും അല്ലാഹു തആല ഓഹരി വെച്ച് കൊടുത്തിട്ടുണ്ട്. فرب رجل فتح له في الصلاة فتح له في الصلاة ولم يفتح له في الصوم. എത്ര ആളുകളുണ്ട് സുന്നത്ത് നിസ്കാരം അവർക്ക് ഇഷ്ടമാണ്. എത്രയോ ഉമ്മമാർ നിസ്കാരം തന്നെ നിസ്കാരം, സുന്നത്ത് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം, ദുഹാ, ഇശ്റാഖ്, വിത്ർ, ഒരുപാട് സുന്നത്തുകൾ, നവാഫിലുകൾ, റവാത്തിബ് സുന്നത്ത്, ഇതന്നെ എപ്പോഴും നിസ്കാരം. പക്ഷെ അവർക്ക് നോമ്പ് നോൽക്കാനുള്ള ബാബ് അള്ളാഹു തുറന്നു കൊടുത്തിട്ടില്ല. അവർ റമദാനെ നോൽക്കുള്ളൂ, സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റാറില്ല. അവർ നിസ്കാരമാണ് അവർക്ക് ഇഷ്ടം. അങ്ങനത്തെ എത്ര ആളുകളുണ്ട്. ചില ആളുകൾ ചില ആളുകൾക്ക് ദാനധർമ്മം ചെയ്യാനാണ് അള്ളാഹു തുറന്നു കൊടുക്കുക. അവർക്ക് നോമ്പ് നോൽക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഒരു വിഷമുണ്ടെന്ന് എന്താ പിടിച്ചു, എൻ്റെ വക 1 ലക്ഷം 2 ലക്ഷം പള്ളിക്ക് ഇതാ പെയിന്റ് വേണോ, ഞാൻ അടിച്ചുതരാം. അവിടെ എന്താ ഹൗദുബരക്ക് കുഴപ്പമുണ്ടോ, ഞാൻ നന്നാക്കി തരാം. പള്ളി വികസിപ്പിക്കുന്നുണ്ടോ, ഇതാ ആ മെഹ്റാബും കാര്യം ഞാൻ ഏറ്റെടുത്തു. ദാനം ചെയ്യാൻ റെഡിയാണ്. നോമ്പുൽക്കാൻ എന്നൊക്കെ വലിയ വിഷമാണ്, അതൊന്നും ആവില്ല. പക്ഷേ സ്വതക്കയാണ്. അള്ളാഹു ചില ആളുകൾക്ക് സ്വതക്കയുടെ വാതിൽ തുറന്നു കൊടുക്കും. അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന് ഇറങ്ങാൻ അള്ളാഹു അവസരം കൊടുത്ത ആളുകൾ. എന്നിട്ട് ഇമാം മാലിക് എന്നവർ പറയാണ്, ഫനശ്റുൽ ഇൽമി അഫ്ദലു അഅമാലിൽ ബിർരി. ഇൽമിന് സേവനം ചെയ്യുന്നത്, പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നത്, പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല കർമ്മമാണ്. അള്ളാഹു എനിക്ക് തുറന്നു തന്ന ആ അമലിന്റെ വാതില് തുറന്നു തന്നത് ഞാൻ തൃപ്തിപ്പെട്ടു. ഞാൻ തൃപ്തിപ്പെട്ടു. എന്നെ കൊണ്ട് ഇബാദത്തിന്റെ, നിസ്കാരത്തിന്റെ, നോമ്പിന്റെ വാതിലൊന്നും എനിക്ക് തുറന്നിട്ടില്ല. എനിക്ക് അള്ളാഹു തന്നത് ഇൽമാണ്. മഹാനായ മാലിക് ഇമാം ഷാഫി തങ്ങളെ കണ്ടപ്പോ തന്നെ പറഞ്ഞല്ലേ, യാ ഗുലാം, അല്ലയോ ചെറുപ്പക്കാരാ. ഷാഫി ഇമാം പഠിക്കാൻ വേണ്ടി വന്ന് മുതഅല്ലിമായിട്ട് വന്നപ്പോ ഇമാമിനെ ഷാഫി തങ്ങളുടെ മുഖത്ത് നോക്കി ഇമാം മാലിക് എന്നവർ പറഞ്ഞു, യാ ഗുലാം ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ. മോനെ, നിന്റെ മുഖത്ത് ഞാനൊരു വെളിച്ചം കാണുന്നുണ്ട്. ഷാഫി ഇമാം ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് മോനെ, തെറ്റ് ചെയ്തിട്ട്, തിന്മകൾ ചെയ്തിട്ട്, പാപങ്ങൾ ചെയ്തിട്ട് അള്ളാഹു നിങ്ങളുടെ മുഖത്ത് തന്ന വെളിച്ചം നിങ്ങൾ ഊതിക്കെടുത്തരുത്. മോനെ, നിങ്ങൾക്ക് ഭാവിയുണ്ട് കുട്ടി എന്ന് ഇമാമുന ശാഫിഈ തങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള മഹാനാണ് ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് എന്നവരെ പറയാണ്, അല്ലാഹു തആല എനിക്ക് തന്ന ഈ നിഅമത്ത് ഇൽമിലാണ്, നിങ്ങൾക്ക് ഇബാദത്തിലാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ ഏരിയ രണ്ടാണെങ്കിൽ തന്നെയും ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇൽമിന്റെ സേവനം ചെയ്യുന്ന ഒരാൾ മോശക്കാരനാണ്, ഇബാദത്തിന്റെ ആളാണ് ഉഷാറ്. തിരിച്ചോ മറിച്ചോ അങ്ങനെയൊന്നും പറയണ്ട, ആരെയും കുറ്റം പറയണ്ട. ഓരോരുത്തർക്കും ഓരോ വഴി അല്ലാഹു തുറന്നു കൊടുക്കുക. ചിലർ കച്ചവടത്തിന് ഉഷാറാണ്, അവരെ ജോലി ചെയ്യാൻ പറ്റൂല. ചില ആളുകൾ ഡ്രൈവിങ്ങിന് ഉഷാറാണ്, അവരെ കച്ചവടത്ത് കൊണ്ടുപോയി ഇരുത്താൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ മഈശത്ത്, ഓരോരുത്തർക്കും ഓരോ റിസ്ഖ് അല്ലാഹു കൊടുത്ത പോലെ അമലിന്റെയും വിഷയം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരാളും ചെയ്യുന്ന ഒരു കർമ്മത്തെ നിസ്സാരമായി കാണണ്ടാണ്. ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത അമലാണത്. ആ ഒരു അമലിനെ നിസ്സാരമായി കാണരുത് എന്ന് മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനീങ്ങളെ, സജ്ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഫദ്ലുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. യഹ്യ ഇബ്നു മഈൻ എന്നവർ പറയുന്ന വിഷയം, ഇന്നാ ലനതുഅനു അലാ അഖ്വാമിൻ ലഅല്ലഹും ഖദ് ഹത്തു റിഹാലഹും ഫിൽ ജന്ന മിൻ അക്സറ മിൻ 200 സന. ജർഹ് എന്ന് പറയുന്ന വിഷയം പഠിക്കുമ്പോൾ, ഉസൂലുൽ ഹദീസ് പഠിക്കുമ്പോൾ, ഇൽമുൽ ഹദീസ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഒരു ഹദീസിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ റാവിമാരായ ആളുകൾ, റാവിമാരിൽ ആരെ കൊള്ളാം ആരെ കൊണ്ടുകൂടാ, ഒരു ഹദീസ് എങ്ങനെയാണ് ദഈഫാകുന്നത്, എങ്ങനെയാണ് ഒരു ഹദീസ് മുഅ്ദലാകുന്നത്, എങ്ങനെയാണ് ഒരു ഹദീസ് സ്വഹീഹാകുന്നത്, ഹസനാകുന്നത്, അതിന്റെ ഹദീസ് ശാസ്ത്രമുണ്ട്. അതിൽ ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് ഇന്നാലിന്ന ആള് മുൻകറുൽ ഹദീസ്, അയാളുടെ ഹദീസ് സ്വീകരിക്കാറില്ല. ഇന്നാലിന്ന ആള് ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളാണ്. ഇന്നാലിന്ന ആളെ പറ്റി ഇന്ന ഇമാം കദ്ദാബ്, നുണ പറയുന്ന ആളാണെന്ന് പറഞ്ഞു എന്നൊക്കെ ആലിമീങ്ങൾ ജർഹ് തഅദീൽ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് നമ്മുടെ
ഹദീസ് പഠനങ്ങളിൽ കാണാൻ കഴിയും. അതില് ചില ആളുകൾ മോശാണ് എന്ന് പറഞ്ഞു പോകും. എന്തിനെന്നറിയോ? ഈ ഹദീസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു ഹദീസ് ദഈഫാകുന്നത് എങ്ങനെ, അതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന വിഷയം, മുതഅല്ലിമീങ്ങൾക്ക് അറിയുന്ന വിഷയമാണത്. ജർഹ് തഅദീൽ ഇമാമുനാ യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു തആല അൻഹു ജർഹ് തഅദീലിൽ പ്രഗൽഭനായ മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ അവരവരുടെ ബയോഡാറ്റകൾ പരിശോധിച്ചിട്ട് അവരെ ഹദീസിന് കൊള്ളാത്തവരാണെന്നോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ ശരിയല്ലായിരുന്നുവെന്നോ അവർ ഹദീസ് പ്രഗൽഭമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന യോഗ്യതയുള്ളവരല്ലെന്നോ എന്തെങ്കിലും എന്നാണ് വിഷയം. ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല, ഖാലിഖായ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലാത്ത റബ്ബിന്റെ സിഫത്താണ് ഖുർആൻ. അഹ്ലുസുന്ന ജമാഅത്തിന്റെ അഖീദ അങ്ങനെയാണ്. ഖുർആൻ ഗൈറു മഖ്ലൂഖാണ്, സൃഷ്ടിക്കപ്പെട്ടതല്ല. അല്ലാഹു സ്രഷ്ടാവ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. അങ്ങനെയാണെങ്കിൽ റബ്ബിന്റെ സിഫത്തുകളും അങ്ങനെയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല. ഖുർആന്റെ പേജിനെ കുറിച്ചല്ല, മഷിയെ കുറിച്ചല്ല, പ്രിന്റിങ്ങിനെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ കലാം എന്ന വാക്കുകൾ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുർആനിലെ ഓരോ അക്ഷരവും സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൂടാ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ. എന്നാൽ അന്നത്തെ ഭരണാധികാരികൾ മുഅ്തസിലി ആശയം, അന്നത്തെ ബിദ്അത്തുകാരുടെ ആശയം തലയിൽ കയറിയിട്ട് ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിക്കാൻ പറഞ്ഞു. ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് അത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞു, വിട്ടുകൊടുത്തില്ല. ഖുർആൻ അള്ളാന്റെ കലാമാണ്, അത് റബ്ബിന്റെ വിശേഷണമാണ്. അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടവനല്ലെങ്കിൽ അവന്റെ വിശേഷണങ്ങളും സൃഷ്ടിക്കപ്പെട്ടതല്ല. അത് മഖ്ലൂഖല്ലാത്ത റബ്ബിന്റെ സിഫത്താണെന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്രയോ കൊല്ലങ്ങളോളം ജയിലിൽ ശിക്ഷ അനുഭവിച്ച മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ആ ശിക്ഷ നടക്കുമ്പോ നോക്കി നിന്ന ആളാണ്. പറഞ്ഞു, ഇമാം എന്നവരെ, ഇമാമേ, നിങ്ങൾ എനിക്ക് പുറത്തു തരണം, മാപ്പ് തരണം. എന്തു പറ്റി? നിങ്ങളാ അടിക്കണ നേരത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താനോ, ഒരു നല്ല വാക്ക്, നിങ്ങളെ ഒന്ന് എന്തെങ്കിലും സഹായിക്കാനോ എന്നെ കൊണ്ടായില്ല. ഞാനൊന്നും നിങ്ങൾക്ക് ചെയ്തെന്നില്ല, വലിയ കുറ്റബോധമുണ്ട്, എനിക്ക് പുറത്തു തരണം. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേ. കാരണം ഒരു ആലിം, നിരപരാധിയായ ഒരു മനുഷ്യനെ ശിക്ഷിക്കപ്പെടുമ്പോ ആ രാജാവുമായി നിങ്ങൾ കടുപ്പുണ്ടായിരിക്കെ നിങ്ങളുടെ സ്വന്തം ജോലി പോകുന്ന വിചാരിച്ച് നിങ്ങൾ മിണ്ടാതെന്നില്ലേ? അതൊരു തെറ്റാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു, ജഅൽതുക ഫീ ഹിൽ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. വല്ലാത്ത മഹാനാണ്. മുഅ്തസിം ബില്ലാഹ് എന്ന് പറഞ്ഞ അന്നത്തെ ഭരണാധികാരി മഹാനവറുകൾ അടിക്കുമായിരുന്നു. അടിച്ചിട്ട് മഹാനവറുകളുടെ ശരീരത്തില് വിടവുകൾ ഉണ്ടായിട്ടുണ്ട്. ശരീരം പൊട്ടിപ്പിളർന്നിട്ട് ഡോക്ടർ വന്നിട്ട് മാംസം മുറിച്ചെടുത്തിട്ട് അവരെ തുന്നി പിടിപ്പിക്കുമ്പോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ മുറിവുകൾ കൊണ്ട്, സൂചി കൊണ്ട് തുന്നുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുവേ മുഅ്തസിമിന് പുറത്തു കൊടുക്കണമേ, മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ ദുആരക്കുന്നുണ്ട്. വേദന വരുമ്പോഴേ, പണ്ടൊക്കെ ചെറുപ്പത്തിൽ പറയില്ലേ, വേദന വരുമ്പോ പച്ചലമൊക്കെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ പോലെ, വേദന വരുമ്പോ ഈ മഹാൻ പറഞ്ഞ ദുആ ഇതാണ്, അല്ലാഹുവേ മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ. ആരാ മുഅ്തസിം? ആ മുഅ്തസിമിന്റെ അടികൊണ്ടാ ശരീരം ഇങ്ങനെ വിണ്ടുകീറിയത്. ആ മുഅ്തസിമിന്റെ അടികൊണ്ടാണ് മഹാനവറുകൾക്ക് മാസങ്ങളോളം എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ വന്നത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം, മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ, മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, നിങ്ങളെ ഇക്കണക്കിന് അടിച്ചു വേദനിപ്പിച്ച മുഅ്തസിമിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയാണോ? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ? മുഅ്തസിം അല്ലാഹുവിന്റെ റസൂലിന്റെ വംശപരമ്പരയിൽ വരുന്ന തങ്ങളാണ്. രാജാവായിരുന്നു, ഭരണാധികാരിയാ, പക്ഷെ ആള് തങ്ങളാണ്, സയ്യിദാണ്. എന്തേ പറഞ്ഞെന്നറിയോ? നോക്കണം. സയ്യിദന്മാരെ ആക്ഷേപിക്കുന്നവരോ സയ്യിദന്മാരെ കുറ്റം പറയുന്നവരോ, പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദന്മാർ, ഒരുപാട് മഹത്വമുള്ള സയ്യിദ് കുടുംബമല്ലേ നമ്മുടെ നാടുകളിലൊക്കെ ജീവിക്കുന്ന സയ്യിദന്മാർ. അതിൽ മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരോ കണ്ണെടുത്താ കാണാൻ ഇഷ്ടമില്ലാത്തവര്, എപ്പോഴും വെറുപ്പോടുകൂടെ പറയുന്നവര്, പാണക്കാട് സയ്യിദന്മാർ അംഗീകരിക്കൂല എന്നൊക്കെ പറയുന്നവര്, ഒന്ന് കേൾക്കുക. ആവേശമൊക്കെ നല്ല തന്നെയാണ്, പക്ഷേ അത് എന്തിനാണ് നമ്മൾ ഈ ചെയ്യണത് എന്ന് ആലോചിക്കണം. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ആരാണ് ഇവരൊക്കെ?
അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഈ ഒരു അനുഭവം തന്നെ ഒന്ന് വെച്ചേക്കുക. എന്താ പറഞ്ഞെന്നറിയോ? മുഅ്തസിം അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിൽ വന്ന ആളാണ്. മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ, മുഅ്തസിമിന് മാപ്പ് കൊടുക്കണേ എന്ന് ഞാനെങ്ങാനും ദുആ ചെയ്താൽ ലഅല്ലി അനാലു ശഫാഅത റസൂലില്ലാഹ്, എന്റെ പേരക്കിടാങ്ങളിൽപ്പെട്ട ഒരു കുട്ടിക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നാളെ എനിക്ക് ലഭിച്ചാലോ ആ ഒരു പ്രതീക്ഷയിലാണ്. എന്നെ അടിച്ച ആളാണ്, ശരി തന്നെയാണ്, എന്നിട്ടും മുഅ്തസിമിനെ പൊറുക്കണേ എന്ന് ഞാൻ പറയുന്നത്. നാളെ അത് കാരണം അള്ളാഹുവിന്റെ ശഫാഅത്ത് എനിക്ക് ലഭിച്ചേക്കും. അതുകൊണ്ട് ഞാൻ ദുആ ഇറക്കുകയാണ്. മുഅ്തസിമിനെതിരായിട്ട് ദുആ ചെയ്യില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിൽ വരുന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ കുറ്റം പറയൂല. പുറത്തു കൊടുക്കണേ എന്നേ ദുആ ഇറക്കൂ. എന്തുകൊണ്ട് ഹബീബിന്റെ പേരക്കുട്ടിയോട് വെറുപ്പ് കാണിച്ചാൽ അത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടുമോ? നബി തങ്ങൾക്ക് വെറുപ്പ് തോന്നില്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലെ സയ്യിദിനോട് ഞാൻ ഒരിക്കലും ഒരു വെറുപ്പ് കാണിക്കില്ല. ഞാൻ പുറത്തു കൊടുത്തു. ഒരുപക്ഷെ അത് കാരണം അള്ളാഹു ഹബീബിന്റെ ശഫാഅത്ത് അഹ്മദ് ബിൻ ഹംബലിന് നൽകിയെങ്കിലോ എന്ന പ്രതീക്ഷയിലാണ് ഞാനത് ചെയ്യുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പാഠങ്ങളില്ലേ മുഅ്മിനേ? ആഴത്തിലുള്ള പാഠങ്ങളില്ലേ ഇതിനുള്ളിലൊക്കെ? ഏറ്റവും വലിയ മഹിതമായ മാതൃകകളിലൂടെ അംബിയാഇന്റെ മാതൃകയിൽ വന്ന പ്രബുദ്ധരായ സജ്ജനങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ ഏറ്റവും മഹാവിഹായസ്സുകളാണ്, ഏറ്റവും അത്യുന്നതങ്ങളായ മൂല്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുറത്തു കൊടുക്കണമേ, മാപ്പ് ചെയ്യണേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ആരാണ് തെറ്റില്ലാത്തവര്? ആരാണ് കുറ്റം കുറവില്ലാത്തവര്? ആരാണ് ന്യൂനതയില്ലാത്തവര്? വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുമ്മുഹു, വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുമ്മുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. ഒരു തെറ്റുമില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാത്തൊരു കൂട്ടുകാരിയെ വേണമെന്ന് പെങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണിനെ, ഒരു ഭർത്താവെ ഒരാൾക്കും കിട്ടുകയുമില്ല. ഒരു കുഴപ്പവുമില്ലാത്തൊരാണിനെ, ഒരു കുഴപ്പവുമില്ലാത്തൊരു സുഹൃത്തിനെ സഹോദര നിനക്ക് ലഭിക്കുകയില്ല. ഒരു കുഴപ്പവുമില്ലാത്ത ഭർത്താവിനെ സഹോദരി നിനക്കും കിട്ടില്ല. കുഴപ്പങ്ങളില്ലാത്ത ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ, മക്കളുണ്ടോ? ആർക്കാണ് കുഴപ്പങ്ങളില്ലാത്തത്? അങ്ങനെ കുഴപ്പമുള്ളവരൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾക്കുമില്ലേ കുഴപ്പങ്ങള്? മഅസൂം അല്ലാഹുവിന്റെ റസൂലല്ലേ, അമ്പിയാക്കളല്ലേ പാപങ്ങളില്ലാത്തവര്, അമ്പിയാക്കളല്ലേ പാപസുരക്ഷിതമായവര്. അതുകൊണ്ട് തെറ്റുകൾ പുറത്തു കൊടുക്കണമേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് മഹാനായ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലത്തെ സുദ്ദീഖ് തങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അല്ലാഹു പുറത്തു തരാൻ? അതേ റബ്ബേ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് പടച്ചവനെ, നിങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. നമ്മൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. സെയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു അബൂ ദുജാന തങ്ങൾ ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോൾ, വലിയ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ മഹാനവറുകളെ കാണാൻ വേണ്ടി ചൊല്ലുന്നു. മഹാനായ സെയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ സന്ദർശിച്ചത് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ. മുഖങ്ങനെ വല്ലാത്ത തിളക്കമുണ്ട്. വകാന വജ്ഹുഹു യതഹല്ലലു, മുഖത്ത് എന്തെന്നില്ലാത്ത ഭംഗി, മുഖങ്ങനെ തിളങ്ങാണ്. ഞാൻ പറയില്ലേ, ചില ആളുകൾ മരിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു ചൊർക്ക്. ഉമ്മാമാനെ കാണാന്, ഉമ്മാമാനെ മരിച്ച കുളിപ്പിക്കാൻ എടുത്തപ്പോഴേ, കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ എന്താ പുഞ്ചിരി, എന്ത് രസമുള്ള മുഖമായിരുന്നു അങ്ങനെ പറയും. കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും മുഖം ഇരുണ്ടു പോകുന്ന ആളുകളുണ്ട്. മുഖത്തെ വെളിച്ചം അതിൻ്റെ മരിക്കുമ്പോഴേക്കും നഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹു നമുക്കൊക്കെ നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങോട്ടാണ് മുഅ്മിനെ നമ്മുടെ ഓട്ടം. എന്ത് തലകുത്തി മറിഞ്ഞാൽ അവസാനം മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടണമല്ലേ? അതില്ലെങ്കിൽ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ രക്ഷ അവിടെയാണ്, ഹുസ്നുൽ ഖാത്തിമത്താണ്. ഈ സദസ്സ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോഴാണ് സെയ്ദ് ഇബ്നു അസ്ലം എന്നവർ ചെല്ലുന്നത്. മുഖത്ത് എന്തെന്നില്ലാത്ത വെളിച്ചം,
മാലി വജ്ഹിക യതഹല്ലലു അല്ല അബൂ ദുജാന, എന്താണ് നിങ്ങളുടെ മുഖത്തിന് എന്തെന്നില്ലാത്ത ശോഭ? എന്താണ് നിങ്ങളുടെ ശോഭ? എന്ത് രസമുള്ള മുഖം! എന്താണ് നിങ്ങളുടെ ഈ മുഖവെളിച്ചത്തിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്ത ജീവിതത്തിലെ കർമ്മങ്ങളിൽ 2 എണ്ണമാണ് എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. 2 വിഷയം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കുൻതു ലാ അതകല്ലമു ഫീമാ ലാ യഅനീനി, എനിക്കാവശ്യമില്ലാത്ത ഒരു വിഷയം, അനാവശ്യമായ വാക്കുകളും അനാവശ്യമായ വിഷയങ്ങളിലും ഞാൻ ഇടപെടാറില്ലായിരുന്നു. അനാവശ്യമായ വിഷയം ഞാൻ ഇടപെടൂല. അങ്ങനെയാണ്. ഒരു ഫോൺ വിളിക്കുകയാണ്, ആവശ്യത്തിന് വിളിക്കുക, കാര്യം പറഞ്ഞു വെക്കുക, എത്ര റാഹത്താണ്. ഒരു വോയിസ് മെസ്സേജ് വിടുകയാണ്, അത് വളരെ ചുരുക്കി ആറ്റിക്കുറുക്കി എത്ര ചുരുക്കാൻ പറ്റുമോ ചുരുക്കിയിട്ട്. ഒരു കാര്യം പറയാൻ വെറുതെ സമയം കളയാതെ പെട്ടെന്ന് പറയാം, അല്ലേ? എത്ര റാഹത്തുണ്ടായിരിക്കും. വെറുതെ ലാൻഡ് ഫോൺ എന്നൊക്കെ വിളിച്ചിട്ട് ലാൻഡ് ഫോൺ ഫ്രീ ആണോ അല്ലെ ചിലവ് കുറവാന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം എന്താ നമ്മളെ മോഡിൻ്റെ വർത്താനം എന്താ, അല്ലെങ്കിൽ മറ്റാളുടെ വർത്താനം എന്താ, ഇതെന്താ, ഇങ്ങനെ എല്ലാ നാട്ടുകാരും തീർന്നിട്ട് പിന്നെ രാഷ്ട്രീയക്കാരും അതും ഇത്. എന്തിനതിൻ്റെ ആവശ്യം? എന്തിനങ്ങനെ പറയണം? എന്തിന് മനുഷ്യന്മാരുടെ സമയം കേടുവരുത്തണം? ഒരു നിസ്കാരത്തിന് മുസല്ലിന്ന് എഴുന്നേറ്റ് വന്നിട്ടായിരിക്കും ഫോൺ ചെയ്യുക. സഹോദരിമാരൊക്കെ അങ്ങനെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. വെറുതെ വിളിച്ച് നേരം കളയാ. അത്യാവശ്യങ്ങൾ ഫീമാലായ അനി, എന്തിന് അനാവശ്യങ്ങളിൽ സമയം കളയണം? അനാവശ്യ വിഷയം എന്തിന് ചർച്ച ചെയ്യണം? ഞാനങ്ങനെ അനാവശ്യമായ വിഷയങ്ങളിൽ ഒരിക്കലും സംസാരിക്കാറില്ലായിരുന്നു. പിന്നെ 2ാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുള്ള വിഷയം, കാന ഖൽബി മുസ്ലിമീന സലീമാ, എൻ്റെ മുസ്ലിമീങ്ങളോട് ഒരു വിഷമവും തോന്നിയിട്ടില്ല. മുസ്ലിമീങ്ങളോട് എൻ്റെ മനസ്സിനുള്ളിൽ ഒരു വെറുപ്പോ വിഷമമോ തോന്നാറില്ലായിരുന്നു. ഞാൻ നല്ല നിലയിൽ സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ കടന്നു ചെല്ലുന്ന ആളാണ്. ഇങ്ങോട്ട് വെറുക്കുന്നവര്, മുഖം കറുപ്പിച്ച് നോക്കുന്നവര്, സലാം പറഞ്ഞാൽ മടക്കാത്തവര്, വെറുപ്പോടുകൂടെ നടക്കുന്നവര്, എന്നാലും അങ്ങോട്ട് പ്രസന്നമായിട്ട് സലാം പറയുന്നത്, സലാം പറഞ്ഞാൽ പകുതി കൈയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഇത്രേ പിടിക്കുള്ളൂ, തല്ലത്ത് മുഴുവൻ തരൂല. നിങ്ങൾ നമ്മളെ സംഘടനയിലല്ലല്ലോ അതുകൊണ്ട് തരൂല. എന്തൊരു സാധുക്കളാണ് റബ്ബേ. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ.